അത്യുന്നതന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനെ വന്ന നസ്രയനായ യേശുവിൻ്റെ സത്യ ഏകദൈവത്തിൻ്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രതിസന്ധികൾ വരുന്നത് ചില സാഹചര്യങ്ങളുടെ രൂപത്തിലാണ്, ചിലപ്പോൾ വരുന്നത് മനുഷ്യരുടെ രൂപത്തിലാണ്. പല രീതിയിലാണ് മനുഷ്യർ ചിലപ്പോൾ ആലോചനകളും പദ്ധതികളുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി വരുന്നത്. നമ്മളെക്കാട്ടിലും ശക്തിയും സാമർഥ്യവും ബുദ്ധിയും ഒക്കെയുള്ള ആൾക്കാർക്ക് എതിര് നിൽക്കാൻ അല്ലെ അവരെ പ്രതിരോധിക്കാൻ നമ്മൾക്ക് കഴിയത്തില്ലായിരിക്കും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പകച്ച് നിൽക്കാതെ ഉപയോഗിക്കാൻ ഉതകുന്ന ഒരു പ്രാർത്ഥന ബൈബിളിൽ നിന്നും ഉള്ള ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഈ ഒരു മെസ്സേജിൽ എനിക്ക് പറയാനുള്ളത്. ഈ ഒരു പ്രാർത്ഥന വെറും ഒരു സെൻറ്റൻസ് മാത്രമുള്ള ഒരു പ്രാർത്ഥനയാണ്, വെറും ഒരു വാക്യത്തിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ വലിയ പ്രാർത്ഥന. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് ദാവീദാണ്. ഈ ഒരു ബൈബിളിലെ സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അഹീത്തോഫേലിൻ്റെ കഥയാണിത്. അഹീത്തോഫേൽ എന്ന് പറഞ്ഞാൽ ബേത്ശേബയുടെ മുത്തച്ഛനായിരുന്നു. അപ്പം സ്വന്തം കൊച്ചുമകളായ ബേത്ശേബയുടെ ഭർത്താവിനെ ദാവീദ് ഒരുപക്ഷെ കൊന്നതിൻ്റെ പ്രതികാരം എന്നതിനായിരിക്കണം വർഷങ്ങൾക്ക് ശേഷവും ആ പകയുമായിട്ട് നടന്ന അഹീത്തോഫേൽ ദാവീദിനെതിരെ പ്രതിരോധം തീർക്കുവാൻ വേണ്ടി അബ്ശാലോമിനെ കൂട്ടുപിടിക്കുന്നു. അപ്പോൾ ദാവീദിൻ്റെ മുഖ്യ ഉപദേഷ്ടാക്കളിൽ ഒരാൾ തന്നെയായിരുന്നു അഹീത്തോഫേൽ. അഹീത്തോഫേലിൻ്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ അതിനെ പറയുന്നത് യഹോവയുടെ അരുളപ്പാട് കേൾക്കുന്നതിന് തുല്യം തന്നെയായിരുന്നു അഹീത്തോഫേലിൻ്റെ ആലോചന എന്ന് വെച്ചാൽ. അപ്പോൾ ദാവീദ് സ്ഥിരമായിട്ട് തൻ്റെ ഉപദേശകനായിട്ട് വെച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അഹീത്തോഫേൽ. എന്നാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം അഹീത്തോഫേൽ അബ്ശാലോമിൻ്റെ കൂടെ ചേരുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ വലിയൊരു കൊടുങ്കാറ്റ് പോലെ തന്നെയാണ് സ്വന്തം മകനായ അബ്ശാലോം ദാവീദിനെതിരെ ജനങ്ങളെ കൂട്ടുപിടിക്കുന്നത്. കുറേശ്ശെ ആയിട്ട് വലിയ ജനത ദാവീദിനെതിരെ അബ്ശാലോമിൻ്റെ കൂടെ ആകുന്നു. അങ്ങനെ ഒരു ഭൂരിപക്ഷം ആൾക്കാരും അബ്ശാലോമിൻ്റെ കൂടെയായി എന്ന് അറിയുന്ന ദാവീദ് അവിടെ നിന്ന് രായ്ക്ക് രാമായണം പലായനം ചെയ്യുകയാണ്. തൻ്റെ ഭാര്യമാരെയും തൻ്റെ സേവകരെയും തൻ്റെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള ജനങ്ങളെയും സേനയെയും ഒക്കെയുമായിട്ട് ദാവീദ് പെട്ടെന്ന് അവിടെ നിന്ന് പലായനം ചെയ്യുകയാണ്. അവരെല്ലാവരും പോകുന്നത് കരഞ്ഞുകൊണ്ട് തന്നെയാണ്. എല്ലാം ഇട്ടുകൊണ്ട് പെട്ടെന്ന് അവരൊരു ദിവസം അവിടെ നിന്ന് പോയി. വളരെ ദൈന്യത നിറഞ്ഞ ഒരു സമയമാണ് ദാവീദ് കടന്നു പോകുന്നത്. ദാവീദിന് കഴിക്കാൻ വേണ്ടി ചിലരൊക്കെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത്ര മോശമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് ദാവീദ് പോകുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ദാവീദ് മനസ്സിലാക്കുന്നു അഹീത്തോഫേൽ അബ്ശാലോമിൻ്റെ കൂടെ ഉണ്ട് എന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ദാവീദ് മനസ്സിലാക്കുന്നു തൻ്റെ സൈന്യമായ എല്ലാ ഇസ്രായേൽ മക്കളും അബ്ശാലോമിൻ്റെ കൂടെയുണ്ട്. ഇത് മാത്രമല്ല മുഖ്യ ഉപദേഷ്ടാവായ മുഖ്യ ആലോചനക്കാരായ എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ വയസ്സായിട്ടുള്ള ഒരാൾ തന്നെയാണ് അബ്ശാലോമിൻ്റെ കൂടെ ഉണ്ടത്. അപ്പോൾ തൻ്റെ സാഹചര്യം വളരെ മോശമായ അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കി ദാവീദ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. യഹോവേ, അഹീത്തോഫേലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണമേ. യഹോവേ, അഹീത്തോഫേലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണമേ. നമ്മളിൽ എത്ര പേര് ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമ്മൾക്ക് തോന്നാറുണ്ട്? പലപ്പോഴും രക്ഷിക്കണമേ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം മാറ്റണമേ എന്നൊക്കെയുള്ള നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥിക്കും. എന്നാൽ വളരെ അർത്ഥവത്തായ ഒരു സാഹചര്യത്തിന് അനുസരിച്ച് തന്നെയാണ് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ച ഒരു പ്രാർത്ഥന തന്നെയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഏറ്റവും വലിയ ഉപദേഷ്ടാവായ ഏറ്റവും വലിയ രീതിയിൽ വാല്യൂഡ് ആയിട്ടുള്ള അഹീത്തോഫേലിൻ്റെ ഉപദേശം തള്ളി അബ്ശാലോം അഹീത്തോഫേലിനെ അവൻ്റെ ഉപദേശത്തെ അബദ്ധമാക്കിയ ഒരു കഥയാണ് പിന്നീട് നമ്മൾ ബൈബിളിൽ വായിച്ച് കാണുന്നത്. 2 ശമൂവേലിൻ്റെ പുസ്തകം 15 മുതൽ 17 വരെയുള്ള ഭാഗങ്ങളിലാണ് നമ്മൾക്ക് ഇത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അബ്ശാലോം അഹീത്തോഫേലിനെ വിളിച്ച് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? തൻ്റെ ഉപദേശം ചോദിക്കുകയാണ്. അപ്പോൾ അഹീത്തോഫേൽ അബ്ശാലോമിനോട് പറയുന്നു, വെറും 12,000 സേനയും കൊണ്ട് ഞാൻ നിൻ്റെ അപ്പനെയും നിൻ്റെ അപ്പൻ്റെ കൂടെയുള്ള സേനയും അവരെ ഞാൻ ഭയപ്പെടുത്താൻ പോവുകയാണ്. ആ ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഞാൻ ദാവീദിനെ ഞാൻ കൊല്ലും.
ഒരൊറ്റ ആളിനെ പോലും കൊല്ലാതെ, ഒരൊറ്റ മറ്റുള്ള ജനത്തെ പോലും കൊല്ലാതെ ആ ജനത്തെ മുഴുവൻ ഞാൻ നിനക്ക് തിരിച്ചു തരാം എന്ന് പറഞ്ഞാൽ മുഴുവൻ ഇസ്രയേൽ ജനതയെ മുഴുവനും എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ കൂടെ പോയിരിക്കുന്ന അവരെ പോലും ഞാൻ നിനക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള നല്ല ആലോചന, നല്ല വിവേകമുള്ള ആലോചനയായിരുന്നു അഹീത്തോഫെൽ അബ്ശാലോമിന് കൊടുത്തത്. ഈ ഒരു നല്ല ആലോചനയെ ദൈവം അവിടെ അബദ്ധമാക്കി തീർക്കുന്ന കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. അബ്ശാലോമിൻ്റെ അനർത്ഥത്തിനായിട്ട് ദൈവം അഹീത്തോഫെലിൻ്റെ ആ ഒരു വാക്കുകളെ അബ്ശാലോമിന് മുഖവിലേക്ക് എടുക്കുവാൻ സമ്മതിക്കുന്നില്ല. അബ്ശാലോം പകരം മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരു ആലോചനയെ കൂടെ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അബ്ശാലോം വിളിപ്പിക്കുകയാണ് ഹുശൈ എന്ന ആളെ. അപ്പോൾ ഈ ഹുശൈ എന്ന ആള് ദാവീദ് ഓടിപ്പോയപ്പോൾ അതിനിടയ്ക്ക് ദാവീദ് വലിയ സാമർഥ്യമുള്ള ആൾ തന്നെയാണ്. ദാവീദ് തൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായ 1-2 പേരെ അബ്ശാലോമിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അവരുടെ കൂടെയുള്ള ഒരാളുടെ പേരാണ് ഈ ഹുശൈ. അപ്പോൾ ഹുശൈ അബ്ശാലോമിൻ്റെ അടുത്ത് വരുമ്പോൾ അബ്ശാലോം ചോദിക്കുന്നുണ്ട്, നീ എന്ത് തരത്തിലുള്ള വിശ്വസ്തനായ ആളാണ്? എൻ്റെ അപ്പനെ വിട്ടിട്ട് നീ എന്തിന് എൻ്റെ അടുത്ത് വന്നെന്ന് ചോദിക്കുമ്പോൾ ഹുശൈ പറയും, നിൻ്റെ അപ്പനോട് ഞാൻ വിശ്വസ്തനായിരുന്നത് പോലെ തന്നെ നിന്നോട് ഞാൻ വിശ്വസ്തനാകും എന്ന് പറഞ്ഞ് അവിടെ കടന്നുകൂടി അവരുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ദാവീദിന് വിവരം കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഹുശൈ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ അവസാനം തൻ്റെ അനർത്ഥ സമയമാകുമ്പോഴത്തേക്കിന് അഹീത്തോഫെലിൻ്റെ നല്ല ആലോചനയെ മറികടന്നുകൊണ്ട് മറ്റൊരു ആലോചന കൂടെ കേൾക്കാനുള്ള ആഗ്രഹം അബ്ശാലോമിന് തോന്നുകയും ഹുശൈയെ വിളിച്ച് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നിൻ്റെ അഭിപ്രായം? അപ്പോൾ ഹുശൈ വളരെ മണ്ടത്തരമായ ഒരു കാര്യമാണ് പറയുന്നത്. ഹുശൈ അവിടെ അബ്ശാലോമിനോട് പറയുകയാണ്, നിൻ്റെ അപ്പനായ ദാവീദിനെ നീ വില കുറച്ചൊന്നും കാണണ്ട, അവൻ വലിയ പോരാളി തന്നെയാണ്, ഏതവസ്ഥയിലും നിനക്ക് എതിരെ അവന് യുദ്ധം ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട്. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് വെറും കുറച്ച് പേരെയും കൊണ്ട് അഹീത്തോഫെലിനെ കൊണ്ട് വിടുകയല്ല നീ ചെയ്യേണ്ടത്, സകലമായ ഇസ്രയേലിലെയും സകല ജനതയും കൊണ്ട് അല്ലെങ്കിൽ സകല സൈന്യത്തെയും കൊണ്ട് നീ ദാവീദിനെ നേരിടാൻ പോകണം. ദാവീദിനെ മാത്രമല്ല, ദാവീദിൻ്റെ കൂടെയുള്ള സകലമാന സേനയെ നീ വധിക്കണം. അങ്ങനെ നീ വീരനായ അബ്ശാലോമായിട്ട് ഇസ്രയേൽ ഭരിക്കണം എന്ന് പറയണം. ഇങ്ങനെയാണ് പറഞ്ഞത്. അബ്ശാലോം ഈ വാക്കുകൾക്ക് വില കൊടുക്കുകയാണ്. ഈ പൊട്ടത്തരത്തിന് അബ്ശാലോം വില കൊടുക്കുകയാണ്. അഹീത്തോഫെൽ പറഞ്ഞ നല്ല ആലോചനയെ അബദ്ധമാക്കി ദൈവം അവിടെ മാറ്റി. അബ്ശാലോമിൻ്റെ ചെവികൾക്ക്, കണ്ണുകൾക്ക്, ബുദ്ധിക്ക് ഹുശൈ പറഞ്ഞ പൊട്ട പ്ലാനാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഹുശൈ പറഞ്ഞതിന് അനുസരിച്ച് അബ്ശാലോം വലിയ സൈന്യവുമായിട്ട് ക്ഷീണിച്ച് ദയനീയ അവസ്ഥയിലിരുന്ന ദാവീദിനെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ അവിടെയും ദൈവം ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് 20,000 പേരോളമാണ് ഇസ്രയേൽ ജനത അവിടെ, ഇസ്രയേൽ സൈന്യം അവിടെ മരിച്ചു വീഴുന്നത്. ദാവീദിൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം ഇവരെ കൊന്ന് ഒടുക്കുകയും അവസാനം അബ്ശാലോം തിരിഞ്ഞോടുകയും അബ്ശാലോമിൻ്റെ നീളമുള്ള മുടി മരക്കൊമ്പിൽ കുരുങ്ങിക്കിടക്കുകയും അവസാനം ദാവീദിൻ്റെ ഏറ്റവും വിശ്വസ്തനായ യോവാബ് ദാവീദിനോട് ചോദിക്കുക പോലും ചെയ്യാതെയാണ് അബ്ശാലോമിനെ കുന്തം കൊണ്ട് കൊല്ലുന്നത്, അല്ലെ അവർ തല്ലിക്കൊല്ലുകയാണ് അബ്ശാലോമിനെ ചെയ്യുന്നത്. അങ്ങനെ അബ്ശാലോമിൻ്റെ അനർത്ഥത്തിനായിട്ട് അഹീത്തോഫെലിൻ്റെ ഏറ്റവും നല്ല ആലോചനയെ ദൈവം അവിടെ ദാവീദിൻ്റെ ആ ഒരു ചെറിയ വലിയ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മാറ്റുകയാണ്. വലിയൊരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ദാവീദിൻ്റെ ആ ഒരു ചെറിയ പ്രാർത്ഥന അഹീത്തോഫെലിൻ്റെ ആലോചനയെ അബദ്ധമാക്കി മാറ്റണമേ എന്ന് ബലഹീനനായിരുന്ന ആ ഒരു അവസ്ഥയിൽ, ആരുമില്ലാതെ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് പോലും വകയില്ലായിരുന്ന ആ ഒരു അവസ്ഥയിൽ ദാവീദ് പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥനയുടെ മേൽ ദൈവം അവിടെ വലിയ കാര്യങ്ങളാണ് നിവർത്തിച്ച് കൊടുക്കുന്നത്. ഈ ഒരു കഥയിൽ നിന്ന് നമ്മൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു ചരിത്ര സംഭവത്തിൽ നിന്ന് നമ്മൾക്കൊക്കെ ഏറെ പഠിക്കുവാനുള്ളതാണ്. പലപ്പോഴും നമ്മൾക്ക് മുമ്പിൽ പ്രതിസന്ധികൾ, വലിയ വീരന്മാരും ബുദ്ധിമാന്മാരും സാമർത്ഥ്യക്കാരും ആൾബലവുമുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു പ്രതിസന്ധിക്ക് അടിപ്പെട്ട് പോയി നമ്മുടെ പ്രാർത്ഥന പോലും ഇത്ര വലിയ പ്രാർത്ഥനകളാകാറില്ല. പലപ്പോഴും സാഹചര്യങ്ങൾക്ക് നമ്മൾ മുന്നീക്കം കൊടുത്ത് ദൈവത്തിൻ്റെ ആ ഒരു വലിയ ശക്തിക്ക് ഏത് സാഹചര്യത്തിനെയും തിരിച്ച് മറിക്കുവാനുള്ള അവന് പ്രവർത്തിക്കുവാനുള്ള ഇടം, നമ്മൾ അതിനുള്ള അവസരം നമ്മൾ കൊടുക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളെപ്പോഴും നോക്കുന്നത് നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധി അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ആൾക്കാർ, നമ്മൾക്കെതിരെയുള്ള ആൾക്കാരുടെ സാമർഥ്യവും ബലത്തെയും ഒക്കെയാണ്.
പക്ഷെ ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്നത് ഏറ്റവും ശക്തിമാന്മാരെയും വെറും ഒന്നുമല്ലാതാക്കി കളയുന്ന ദൈവത്തിൻ്റെ ശക്തിയെയും വലിയ ബുദ്ധിയെയും വിവേകത്തെയുമാണ്. അപ്പോൾ ഇത്തരം പ്രതിസന്ധികളിൽ നമ്മൾ പെടുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ചെയ്യുവാനുള്ള കാര്യമാണ് ഈ ഒരു പ്രാർത്ഥന തന്നെ മതി. ദൈവമേ, എൻ്റെ മുമ്പിലുള്ള ആൾക്കാർ വലിയ ആൾക്കാരാണ്, അവരെ നേരിടാൻ എനിക്ക് കഴിയത്തില്ല. പക്ഷേ അഹീതോഫെലിൻ്റെ ആലോചനയെ അബദ്ധമാക്കി കളഞ്ഞ് ദാവീദിനെ രക്ഷിച്ച നീ അതേ രീതിയിൽ എന്നെയും രക്ഷിക്കാൻ കഴിയുമെന്ന് നിനക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ എതിരായിട്ട് വരുന്ന ഈ പ്രതിയോഗികളുടെ ആലോചനയെ അബദ്ധമാക്കി കാണണമേ, അവരുടെ ആലോചനയെ നീ വ്യർത്ഥമാക്കി കളയണമേ, അവരുടെ പ്രാർത്ഥനകളെ നീ വ്യർത്ഥമാക്കി കളയണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഈ ഒരു വചന പശ്ചാത്തലം നമ്മൾക്കൊക്കെ മുതൽക്കൂട്ടാവുന്ന ഒരു പശ്ചാത്തലമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം വലിയ ആലോചനകൾ, മനുഷ്യരുടെ ബുദ്ധിയിൽ ഉദിക്കുന്ന വലിയ ആലോചനകളൊക്കെ നിഷ്ഫലമാക്കി കളയുവാൻ ദൈവത്തിന് എന്നും കഴിവുണ്ട്. വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ദൈവത്തിന് ചെയ്യുവാൻ കഴിയാവുന്നത്. അപ്പോൾ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് പ്രതിസന്ധികളുടെ മുമ്പിൽ ദൈവത്തോട് വ്യത്യസ്തമുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാൻ ഇത്തരം സ്ക്രിപ്ചേഴ്സ് ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. സോ കം fall in love with Jesus and fall in love with the word of God.